പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 5-ാം മാസത്തിൻ്റെ 26-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളെല്ലാവരും ക്ഷേമത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെയാണെന്ന് ഈ പ്രഭാതവും ദൈവനാമത്തിന് ആമേൻ ഈ എളിയവൻ വിശ്വസിക്കുന്നു. ആമേൻ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എന്നെയും ഓരോ ദിനവും ദൈവം ബലപ്പെടുത്തുന്നു. നിങ്ങളുടെ വിഷയങ്ങളെയെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു വരുന്നു. ദൈവം ഈ ദിവസങ്ങളിൽ അത്ഭുതം ചെയ്യുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനേക പ്രാർത്ഥനയുടെ മറുപടികളെ ആമേൻ ദിനവും കാണുവാനും കേൾക്കുവാനും ഒക്കെ ഇടയാകുന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പലരും രോഗബലഹീനതകളിലൊക്കെ ആയിരുന്നുവല്ലോ. എല്ലാവരെയും ദൈവം പൂർണ്ണ സൗഖ്യത്തോടുകൂടെ നിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 62-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കൽ നിന്നും വരുന്നു. പൂർണ്ണ ദൈവാശ്രയത്തിലും ദൈവഭക്തിയിലും ജീവിക്കുന്നവരെ ദൈവം വളരെ സ്നേഹിക്കുകയും അവർക്ക് വളരെ ദൈവകൃപയും ഉന്നതിയും ദൈവം നൽകുകയും ചെയ്യും എന്നതിന് സംശയം ഇല്ല. ഭക്തന്റെ ഉയർച്ചയും പദവിയും അവർ അനുഭവിക്കുന്ന സമാധാനവും ലോകത്തിന് സഹിക്കുവാൻ കഴിയുന്നതുമല്ല. തങ്ങൾക്കില്ലാത്ത ഉയർച്ചകൾ മറ്റാർക്കും ഉണ്ടാകേണ്ട എന്നാണ് ലോകം പറയുന്നത്. ഈ ലോക മനുഷ്യരിലും ചിലപ്പോൾ പേരിന് ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നവരിലും ക്രിയ ചെയ്യുന്നത് സാത്താനും അവൻ്റെ ദൂതന്മാരുമാണ് എന്നതിനും സംശയമില്ല. ഒരു ദൈവഭക്തൻ നേരിടുന്ന അസൂയയുടെയും വെല്ലുവിളിയുടെയും എതിർപ്പുകളുടെയും മുമ്പിൽ പലപ്പോഴും ഭക്തൻ ദോഷാകുലനാകാതെ പ്രതികൂലങ്ങളെ ദൈവം പരിഹരിക്കുന്നതിന് വേണ്ടി അത് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയും ദൈവത്തെ നോക്കി പ്രശ്നങ്ങളോട് മൗനം പാലിക്കുകയും ചെയ്യണം എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എതിരികളും പ്രതിസന്ധികളും ആമേൻ ഹാലേലിയ ദൈവമക്കൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളും പരാക്രമണങ്ങളും ആമേൻ ഉണ്ടാകുമ്പോൾ നാം 2 വിധത്തിൽ അതിനോട് പ്രതികരിക്കണം എന്ന് ഈ വാക്യത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഒന്നാമതായി, പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തികളോടോ സമൂഹത്തോടോ വിഷയങ്ങളോടോ ഏറ്റുമുട്ടാതെ മൗനമായിരിക്കുകയും ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുകയും വേണം. രണ്ടാമതായി, നാം ആഗ്രഹിക്കുകയും വാഗ്ദത്തം പ്രാപിക്കുകയും ചെയ്ത വിഷയത്തിൽ നാം പ്രതികരിക്കുന്ന സമയത്ത് മറുപടി ഉണ്ടായില്ലെങ്കിലും ദൈവത്തോട് പിറുപിറുക്കുകയോ ദൈവസന്നിധി വിട്ട് മാറിപ്പോവുകയോ ചെയ്യാതെ ദൈവത്തിൻ്റെ സമയത്തിനായി ദൈവസന്നിധി നാം മൗനമായി കാത്തിരിക്കണം. ആമേൻ. സ്വന്തം മകനായ അബ്സലോമിൻ്റെ കുതന്ത്രങ്ങളാൽ അരമന വിട്ട് വനാന്തരങ്ങളിലേക്ക് ഓടേണ്ടി വന്ന ദാവീദിനെ വഴിയിൽ വെച്ച് ശൗലിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവനും ശൗലിൻ്റെ ആത്മാവ് വ്യാപരിച്ചവനുമായ ശിമയി എന്നൊരുവൻ ശപിച്ചുകൊണ്ട് കല്ലും മണ്ണും വാരി എറിഞ്ഞും കൊണ്ട് ദാവീദിൻ്റെ പിറകെ ചെന്നു. സാമാന്യം ശക്തമായ സൈന്യത്തോടുകൂടെ യാത്ര ചെയ്ത ദാവീദിന് ഒരു നിമിഷം കൊണ്ട് അവൻ്റെ കഥ കഴിക്കാമായിരുന്നു. എങ്കിലും താൻ അതിന് തുനിഞ്ഞില്ല. കൂടാതെ അംഗരക്ഷകർ അതിന് ദാവീദിനോട് അനുവാദം ചോദിച്ചെങ്കിലും അവരെ അതിന് അനുവദിക്കാതെ താൻ മൗനമായി ആമേസ്ത്രം ഇരുന്നു. മൗനമായി അതിനോട് പ്രതികരിച്ചില്ല. അവനോട് പ്രതികരിച്ചില്ല. ദൈവം അനുവദിച്ചിട്ടാണ് അവൻ ഈ ശപിക്കുന്നതും ഈ മണ്ണും കല്ലും വാരി എറിയുന്നതെല്ലാം ദൈവം അനുവദിച്ചിട്ടാണെന്ന് ദാവീദ് പറഞ്ഞു മൗനമായിരിക്കാനിടയായി. പ്രതികാരമുള്ള സാഹചര്യങ്ങൾ ദൈവജനങ്ങൾക്ക് പലപ്പോഴും സ്തോത്രം നേരിടാം. അനവധി പ്രതികൂലങ്ങളും പ്രയാസങ്ങളും
പ്രതിസന്ധികളും വെല്ലുവിളികളും സ്തോത്രം നേരിടുമ്പോൾ ദൈവം സ്തോത്രം ഹല്ലേലൂയ പ്രശ്നങ്ങളോട് പ്രതികരിക്കാതെ ദൈവമക്കൾ മൗനമായിരിക്കുകയും വിഷയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. ആമേൻ. മക്കളില്ലാത്ത ഭാരത്താൽ വളരെ വേദന അനുഭവിച്ചവളാണ് ഹന്ന. തൻ്റെ പ്രതിയോഗിയായ പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നതിനാൽ വളരെ നിന്ദയോടുകൂടെയാണ് അവൾ ഹന്നയെ വീക്ഷിച്ചിരുന്നത്. ഒരുപക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കും അവർ ഇരുവരും ഒരു വീട്ടിൽ താമസിച്ചിരുന്നത്. എന്നാൽ ഹന്ന ആലയത്തിൽ പോകുന്ന സമയങ്ങളിൽ മാത്രമാണ് പെനീന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും എന്നതാണ് ആശ്ചര്യം. ആലയത്തിൽ പോവുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം പ്രാർത്ഥന കേട്ട് അവളെ സ്തോത്രം അവൾക്ക് മക്കളെ നൽകിയാലോ എന്നതായിരിക്കാം പെനീനയുടെ ഭയം. അതിനാൽ ആയിരിക്കാം പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയം മാത്രം വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരുന്നത്. എന്നാൽ ഈ വഴക്ക് മുഖാന്തരം അവൾ ആലയത്തിൽ പോകാതെയോ തിരിച്ച് വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയോ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികളും നടുവിൽ അവൾ മറ്റൊരു സ്തോത്രം ഹല്ലേലൂയ യാതൊരു സ്തോത്രം പ്രതികൂലങ്ങളിലേക്ക് പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് അവൾ മൗനമായിരുന്നു കരയുവാനിടയായി. ഹല്ലേലൂയ. എന്നാൽ പെനീന ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു എന്നതാണ് ദൈവത്തിൻ്റെ നീതി. ആമേൻ. അവൾ എന്ത് ഭയപ്പെട്ടുവോ അത് തന്നെ ഹന്നയ്ക്ക് സംഭവിക്കുവാനിടയായി. അവൾ ആലയത്തിൽ ചെന്നാൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ദൈവം കേൾക്കും. എന്നെ പോലെ അവളും പ്രസവിക്കും, അവൾക്കും തലമുറകൾ ജനിക്കും, അവിടെ നിന്ന് മാറുമെന്ന് പെനീന മനസ്സിലാക്കിയത് കൊണ്ടാണ് ആരാധനയ്ക്ക് പുറപ്പെടുന്ന ദിനങ്ങളിൽ ഹന്നയോട് വഴക്കുണ്ടാക്കുന്നത്. എന്നാൽ ദൈവം അവളുടെ കണ്ണുനീരും പ്രാർത്ഥനയും കണ്ടു അവളെ മാനിപ്പാനിടയായി. ഇടപെടാതെ എല്ലാം ഹന്ന പ്രതികരിക്കാതെ മൗനമായിരിക്കുകയും ദൈവസന്നിധി തൻ്റെ കാര്യമേൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം ഹന്നയ്ക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്നവനും ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനുമായ ശമൂവേലിനെ കൂടാതെ വേറെ 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും കൊടുത്തു. ബെഥാനിയയിലെ മറിയയുടെ സ്വഭാവവും വളരെ വിശേഷത ഉള്ളതായിരുന്നു. വെറുപ്പും ആവലാദികളുമായി കഴിയുന്ന തൻ്റെ സഹോദരി പിറുപിറുത്തുകൊണ്ട് ഹല്ലേലൂയ മാർത്തയുടെ സ്വഭാവത്തിൽ നിന്നും വളരെ തികച്ചും വ്യത്യസ്തമായിരുന്നു മാർത്തയുടെ സ്വഭാവം മറിയയിൽ നിന്നും. എന്നാൽ വ്യത്യസ്തമായിരുന്ന സ്തോത്രം ഹല്ലേലൂയ മറിയ പ്രാർത്ഥനയോടും ദൈവധ്യാനത്തോടും വചനധ്യാനത്തോടും യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുവാനാണ് മറിയ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത്. ഇവിടെയും യേശുവിൻ്റെ പാദപീഠം ഇരുന്ന സമയത്താണ് മാർത്ത പരാതിയുമായി വരുന്നത് എന്നതാണ് ഏറ്റവും പ്രത്യേകത. എന്നാൽ സഹോദരിയുടെ പരാതികൾക്ക് മറിയ പ്രതികരിക്കാതെ മൗനമായി ദൈവത്തിൻ്റെ പാദപീഠം തന്നെ ഇരുന്നു. ഹാലെ ഫലമോ മറിയയുടെ ശ്രേഷ്ഠത ലോകം മുഴുവനും അറിയുവാൻ അവൾ സ്തോത്രം ഹാലേലൂയ അവളെ പ്രശംസിക്കുവാനും ഇടയായി. ദീർഘക്ഷമയുള്ളവൻ സ്തോത്രം യുദ്ധവീരനിലും ജീവിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ എന്ന് ദൈവവചനം പറയുന്നു. ഫറവോൻ ഇസ്രായേൽ ജനത്തെ പിന്തുടരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് സ്തോത്രം ജനം ദൈവജനത്തെ സ്തോത്രം ബലപ്പെടുത്തുവാനിടയായി. മിണ്ടാതിരിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് അവരെ ഉറപ്പിക്കുവാനിടയായി. യഹൂദ രാജാക്കന്മാരിൽ ഹിസ്കിയാവിനോളം വിശ്വസ്തനായ ഒരു രാജാവ് അവന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. ന്യായപ്രമാണം കൃത്യതയോടെ അനുസരിക്കുന്ന കാര്യത്തിൽ താൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. അവൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നിരുന്നതിനാൽ ദൈവവും അവനോടുകൂടെ ഉണ്ടായിരുന്നു. രോഗശയ്യയിൽ സൗഖ്യം കൊടുത്ത് ഹല്ലേലൂയ മരണത്തെ മാറ്റി സ്തോത്രം ആനന്ദ നൃത്തമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞത് ഹിസ്കിയാവിൻ്റെ സ്തോത്രം പലപ്പോഴും ദൈവ
ദൈവസന്നിധിയിലുള്ള മൗനതകളായിരുന്നു. ആമേൻ. പ്രിയ ദൈവവൈതലേ, ആമേൻ, ലോകം നിന്നെ ശപിക്കുമ്പോൾ, ലോകം നിന്നെ നിന്ദിക്കുമ്പോൾ, ലോകം നിനക്കെതിരായി വെല്ലുവിളിക്കുമ്പോൾ, നിന്റെ കൂട്ടായ്മകൾക്കും സഭയ്ക്കും വിശ്വാസ മക്കൾക്കും എതിരായി വെല്ലുവിളിച്ച് പോരാടുമ്പോൾ, ഇന്ന് പകൽക്കാലം കുഞ്ഞെ നീ മൗനമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ ഒരു ശത്രുവും നിന്നെ ജയിക്കത്തില്ല, ഒരു ശത്രുവും നിന്നെ ജയിക്കത്തില്ല. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്നും വരുന്നു. അതെ, ദൈവത്തിൽ നിന്നും ഒരു രക്ഷ വരും. ഈ നാളുകളിൽ മൗനമായിരുന്നു പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി ഒരു രക്ഷ നിന്റെ രക്ഷകൻ ഒരുക്കുന്നുണ്ട്. നീ മറന്നു പോകരുത്. ഇന്ന് പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളം ദൈവത്തെ നോക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തെയല്ല നോക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിലല്ല നോക്കേണ്ടത്, ദൈവത്തിൽ നോക്കണം, ദൈവത്തിൽ നോക്കണം. ഇന്ന് പ്രഭാതം സ്തോത്രം. ഹല്ലേലൂയ. നീ ദൈവത്തിൽ നോക്കി മൗനമായി ഇരിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരു രക്ഷ ദൈവം ഒരുക്കുന്നുണ്ട്. അവങ്കൽ നിന്നും രക്ഷ വരും. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നും വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നും വരുന്നു എന്നുള്ള തിരുവചനം പോലെ ഇന്ന് പ്രഭാത കുഞ്ഞെ, നിന്റെ രക്ഷ അവങ്കൽ നിന്നും വരുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിന്നല്ല നിന്റെ രക്ഷ, ഈ ലോകത്തിൽ നിന്നല്ല, നീ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നല്ല നിന്റെ രക്ഷ വരുന്നത്. നിന്നെ രക്ഷിച്ച പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പാരമ്പര്യ ബന്ധനത്തിൽ നിന്നും നാശകരമായ കുഴികളിൽ നിന്നും വിടുവിച്ച രക്ഷകന്റെ കരത്തിൽ നിന്നും നിന്റെ രക്ഷ ഇന്ന് പ്രഭാതം വെളിപ്പെടും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരുടെ മേലും ഒരു ദൈവിക രക്ഷ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു രക്ഷയ്ക്കായി കാത്തിരിക്കുന്ന അനേക ദൈവദാസന്മാർ ഒരു രോഗ വിടുതലിനായി, ഒരു സാമ്പത്തിക വിശാലതകൾക്കായി, കർത്താവെ തലമുറകളുടെ ഭാവികൾക്കായി, കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. സകല രക്ഷയ്ക്കായി കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഒരു രക്ഷയുടെ കരം നീട്ടേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യും. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരും. മഹത്വം പങ്കെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. God bless you.